2010 ഓഗസ്റ്റ് 12 ആലപ്പുഴ ജില്ലയിലെ തുമ്പോളിയിലെ ആലക്കാട്ടുശ്ശേരിൽ വീട്ടിൽ ചിന്നമ്മ എന്ന ഏലിയമ്മ ടീച്ചറും ഒരു ജോലിക്കാരിയും മാത്രമായിരുന്നു താമസം. 80 വയസ്സ് പ്രായമുണ്ടായിരുന്നു അവർക്ക്. ടീച്ചറുടെ ഭർത്താവും 4 മക്കളും കാനഡയിലാണ്. ഏലിയമ്മ ടീച്ചർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും കാനഡിയൻ പൗരത്വവുമുണ്ട്. അന്ന് എന്തോ ഒരു ആവശ്യത്തിനായി വീട്ടുജോലിക്കാരി പുറത്തേക്ക് പോയി. കുറേ കഴിഞ്ഞ് അവർ മടങ്ങി വന്നു. പക്ഷേ ടീച്ചറുടെ അനക്കമൊന്നും കേൾക്കാനില്ല. ജോലിക്കാരി പതിയെ അകത്തേക്ക് കടന്നു. അവിടെ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു. അവർ അലറി വിളിച്ചു. ഏലിയമ്മ ടീച്ചർ രക്തത്തിൽ കുളിച്ച് നിലത്ത് കിടക്കുകയാണ്. അവരുടെ കൈത്തണ്ടകളും കഴുത്തും മുറിച്ചിരിക്കുന്നു. ഈ കാഴ്ച കണ്ട് ഭയന്ന ജോലിക്കാരി അലറി വിളിച്ചു. ആ സ്ത്രീയുടെ അലർച്ച കേട്ട് അയൽക്കാരെല്ലാം ഓടിക്കൂടി. പക്ഷേ ആരാണ് പട്ടാപ്പകൽ ഈ ക്രൂരകൃത്യം ചെയ്തത് എന്നു മാത്രം അവർക്കാർക്കും മനസ്സിലായില്ല. ഇതിനിടയിൽ ആരോ പോലീസിൽ വിവരമറിയിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും പോലീസ് സ്ഥലത്തെത്തി. അവർ മൃതദേഹം വിശദമായി പരിശോധിച്ചു. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി: കൊല നടത്തിയത് മോഷണത്തിനു വേണ്ടിയാണ്. കാരണം ഏലിയമ്മ ടീച്ചർ ധരിച്ചിരുന്ന ആഭരണങ്ങളൊന്നും അവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. അതെല്ലാം കൊലപാതകിയായ മോഷ്ടാവ് കൊണ്ടുപോയിരിക്കുന്നു. മാത്രമല്ല, മൃതദേഹത്തിന് സമീപത്ത് മുളക് പൊടി വിതറിയതായും കാണപ്പെട്ടു. ശക്തിയിൽ നിലത്തേക്ക് വീണതുകൊണ്ടോ ആരെങ്കിലും തള്ളിയിട്ടതുകൊണ്ടോ ആവാം അവരുടെ വാരിയലുകൾ പൊട്ടിയിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ അയൽക്കാരോടൊക്കെ വിവരങ്ങൾ അന്വേഷിച്ചു. ഏലിയമ്മ ടീച്ചറോട് ആർക്കെങ്കിലും മുൻവൈരാഗ്യമുണ്ടോ? ആ വീടുമായി അടുപ്പം പുലർത്തുന്നത് ആരൊക്കെയാണ്? അപരിചിതരായിട്ടുള്ള ആരെങ്കിലും അവിടെ വന്നിരുന്നോ എന്നൊക്കെ പോലീസുകാർ അയൽക്കാരോട് ചോദിച്ചു. എന്നാൽ ഏലിയമ്മ ടീച്ചറുടെ കുടുംബത്തോട് ആർക്കും യാതൊരു വൈരാഗ്യവും ഉള്ളതായി ആർക്കും അറിയില്ല. എല്ലാവരോടും വളരെ നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നവരായിരുന്നു ആ കുടുംബം. പിന്നെ ആരായിരിക്കാം കൊല നടത്തിയത്? പോലീസ് വല്ലാത്ത ആശയക്കുഴപ്പത്തിലായി. എന്തായാലും ജോലിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ നോർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അന്നത്തെ ആലപ്പുഴ നോർത്ത് CI KA തോമസിൻ്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. അദ്ദേഹം ഇപ്പോൾ എറണാകുളം വിജിലൻസ് DYSP ആണ്. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. ഇതിനിടയിൽ അയൽക്കാരെയും ബന്ധുക്കളെയും അടക്കം സംശയമുള്ള പലരെയും പോലീസ് ചോദ്യം ചെയ്തു. പക്ഷേ അവർക്കാർക്കും കൃത്യത്തിൽ പങ്കുള്ളതായി പോലീസിന് തോന്നിയില്ല. അങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ ഏലിയമ്മ ടീച്ചറിൻ്റെ അയൽക്കാരിയും ബന്ധുവുമായ മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് മാഞ്ഞാലിക്കാട് സ്വദേശിനിയായ ഫ്രില്ലി ഫ്രാൻസിസ് എന്ന 23-കാരി പോലീസിന് ഒരു വിലപ്പെട്ട വിവരം നൽകി. സംഭവം നടക്കുന്ന ദിവസം നാടോടി സംഘത്തിൽപ്പെട്ട 1-2 സ്ത്രീകൾ ടീച്ചറിന്റെ വീടിന്റെ ഭാഗത്തു നിന്ന് ഓടിപ്പോകുന്നതായി താൻ കണ്ടു എന്നാണ് ഫ്രില്ലി പോലീസിനോട് പറഞ്ഞത്. ഇരുട്ടിൽ തപ്പുകയായിരുന്ന പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിലപ്പെട്ട വിവരമായിരുന്നു. അവർ ആ വഴിക്ക് അന്വേഷണം തുടങ്ങി. ഫ്രില്ലിയുടെ വാക്ക് ആദ്യം വിശ്വസിച്ച പോലീസ് തൃശ്ശൂരിൽ വെച്ച് ട്രെയിനിൽ നിന്ന് ഒരു നാടോടി കുടുംബത്തെ പിടികൂടി. എന്നാൽ അവർക്ക് സംഭവത്തിൽ പങ്കില്ലെന്ന് കണ്ട് വിട്ടയക്കുകയും ചെയ്തു. പോലീസിനോട് മാത്രമല്ല, അയൽക്കാരോടും നാട്ടുകാരോടും എല്ലാം ഫ്രില്ലി സംഭവ ദിവസം ഏതാണ്ട് ഏലിയമ്മ ടീച്ചർ കൊല്ലപ്പെട്ട അതേ സമയത്ത് ചില നാടോടി സ്ത്രീകൾ ഓടിപ്പോകുന്നത് കണ്ടതായി പറഞ്ഞു. നാട്ടുകാരും അയൽക്കാരുമായി പലരോടും ഈ നാടോടി സ്ത്രീകളെക്കുറിച്ച് പോലീസ് ചോദിച്ചു. പക്ഷെ അവരാരും തന്നെ ഈ നാടോടി സ്ത്രീകളെ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ ഫ്രില്ലി മാത്രം കാണും? അന്വേഷണ ഉദ്യോഗസ്ഥർ ആകെ ആശയക്കുഴപ്പത്തിലായി. അവർ ഫ്രില്ലിയെ വിശദമായി ചോദ്യം ചെയ്തു. തിരിച്ചും മറിച്ചുമുള്ള ചോദ്യം ചെയ്യലിൽ ഫ്രില്ലിയുടെ മൊഴികളിൽ പോലീസിന് പൊരുത്തക്കേട് തോന്നി. മാത്രമല്ല, അവളുടെ ശബ്ദവും പതറുന്നുണ്ടായിരുന്നു. പിൻവാതിലിൽ നിന്ന് ഫ്രില്ലിയുടെ വിരലടയാളവും പോലീസ് കണ്ടെത്തിയിരുന്നു. തൻ്റെ എന്തോ കള്ളത്തരം പിടിക്കപ്പെടാൻ പോകുന്നു എന്നുള്ള ഒരുതരം ഭയപ്പാട് അവളുടെ മുഖത്തും കണ്ണുകളിലും കാണാമായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി ഏലിയമ്മ ടീച്ചറുടെ മരണത്തിൽ ഫ്രില്ലിയുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട് എന്ന്. ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യലിൽ പിന്നീട് ഒരുപാട് നേരം പിടിച്ചു നിൽക്കാൻ ഫ്രില്ലിക്ക് കഴിഞ്ഞില്ല. അവൾ കുറ്റം സമ്മതിച്ചു. അതെ, ഏലിയമ്മ ടീച്ചറെ കൊലപ്പെടുത്തിയത് ഞാൻ തന്നെയാണ് എന്നവൾ പോലീസിനോട് ഏറ്റുപറഞ്ഞു. പിന്നീട് നടന്നതെല്ലാം വിശദമായി പറഞ്ഞു. ഏലിയമ്മ ടീച്ചറുടെ കഴുത്തിലും കൈകളിലും കാതിലുമായി 7 പവൻ സ്വർണ്ണാഭരണങ്ങളുണ്ട്. ഈ ആഭരണങ്ങളിലാണ് ഫ്രില്ലി നോട്ടമിട്ടത്. അത് കൈക്കലാക്കണമെങ്കിൽ ഏലിയമ്മ ടീച്ചർ ജീവനോടെ ഇരിക്കുമ്പോൾ പറ്റില്ല. പിന്നെ എന്തു ചെയ്യണം? അവർ ഇല്ലാതാകണം, അവരെ കൊലപ്പെടുത്തണം. എങ്കിൽ മാത്രമേ ആ സ്വർണം തൻ്റെ കയ്യിലെത്തൂ. പക്ഷേ എങ്ങനെ അത് നടപ്പിലാക്കും? ഏലിയമ്മ ടീച്ചറുടെ വീട്ടിലാണെങ്കിൽ അവർ തനിച്ചായത് കൊണ്ടുതന്നെ മിക്കപ്പോഴും ജോലിക്കാരി ഉണ്ടാകും. ജോലിക്കാരി ഇല്ലാത്തപ്പോൾ സംഗതി നടത്താം, ഫ്രില്ലി ഉറപ്പിച്ചു. അവൾ അതിനായി തക്കം പാർത്തിരുന്നു. അങ്ങനെ ആ ദിവസം എത്തി. 2010 ഓഗസ്റ്റ് 12. അന്നൊരു വ്യാഴാഴ്ചയായിരുന്നു. ജോലിക്കാരി പുറത്തേക്ക് പോകുന്നത് തൻ്റെ വീട്ടിൽ നിന്ന് ഫ്രില്ലി കണ്ടിരുന്നു. അവൾ മറ്റാരും കാണുന്നില്ല എന്നുറപ്പ് വരുത്തിയിട്ട് ഏലിയമ്മ ടീച്ചറുടെ വീട്ടിലേക്ക് വന്നു. ചാരിയിട്ടിരുന്ന പിൻവാതിൽ തുറന്ന് പതിയെ അകത്തേക്ക് കടന്നു. ഫ്രില്ലി വീട്ടിനുള്ളിലേക്ക് കയറുന്നത് ഏലിയമ്മ ടീച്ചർ കണ്ടില്ല. ശബ്ദമുണ്ടാക്കാതെ ടീച്ചറുടെ അടുത്തേക്ക് വന്ന ഫ്രില്ലി കയ്യിലുണ്ടായിരുന്ന മുളക് പൊടി ടീച്ചറുടെ മുഖത്ത് വിതറി. മുളക് പൊടി കണ്ണിൽ വീണപ്പോഴുണ്ടായ നീറ്റലിൽ
മുഖം അമർത്തിപ്പിടിച്ച് നിലവിളിക്കാൻ തുടങ്ങിയ ഏലിയമ്മ ടീച്ചറെ ഫ്രില്ലി നിലത്തേക്ക് തള്ളിയിട്ടു. ആ വീഴ്ചയുടെ ശക്തിയിൽ ടീച്ചറുടെ വാരിയെല്ലുകൾ പൊട്ടി. അടുക്കളയിൽ നിന്ന് കറിക്കത്തി കൈക്കലാക്കിയ ഫ്രില്ലി ഏലിയമ്മ ടീച്ചറുടെ കയ്യിലെ ഞരമ്പുകളും കഴുത്തും മുറിച്ചു. മുഖമടിച്ചുള്ള വീഴ്ചയിൽ തന്നെ അബോധാവസ്ഥയിലായ ടീച്ചറുടെ ശരീരത്തിലെ മുറിവുകളിൽ നിന്ന് രക്തം ശക്തിയായി പുറത്തേക്കൊഴുകി. ഫ്രില്ലി ടീച്ചറുടെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഊരിയെടുത്തു. 8ഓളം പവനുണ്ടായിരുന്നു ആ സ്വർണം. പിന്നീട് ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഈ സംഭവം നടക്കുമ്പോൾ വെറും 23 വയസ്സ് മാത്രമായിരുന്നു ഫ്രില്ലിക്ക് പ്രായം. സ്വർണവുമായി രക്ഷപ്പെട്ട ഫ്രില്ലി അത് പണയം വെച്ച് മോതിരവും ഡ്രസ്സുകളും വാങ്ങി. പോലീസ് ഏലിയമ്മ ടീച്ചറുടെ ശരീരത്തിൽ നിന്ന് ഫ്രില്ലി മോഷ്ടിച്ച് സ്വർണം പണയം വെച്ച സ്ഥാപനം തപ്പിയിറങ്ങി. അവിടെ നിന്ന് അവർ ആ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു. അപ്പോഴേക്കും സംഭവം നടന്നിട്ട് 20 ദിവസങ്ങളായിരുന്നു. പിന്നീട് ഈ കേസിൻ്റെ അന്വേഷണം CBCID ഏറ്റെടുത്തു. CBCID ഇൻസ്പെക്ടർ A. നസീറാണ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ 70ഓളം സാക്ഷികളെയും നിരവധി തൊണ്ടിമുതലുകളും ശാസ്ത്രീയ തെളിവുകളും ഹാജരാക്കിയിരുന്നു. അങ്ങനെ കൊലപാതകം നടന്ന് 16 വർഷങ്ങൾക്കു ശേഷം 2026 ജൂലൈ 31 ഏലിയമ്മ ടീച്ചർ കൊലക്കേസിൽ ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് 3ാം കോടതി ജഡ്ജി M. ഷുഹൈബ് വിധി പറഞ്ഞു. പ്രതിയായ ഫ്രില്ലി ഫ്രാൻസിസിന് ജീവപര്യന്തം തടവും 75,000 രൂപ പിഴയുമായിരുന്നു ശിക്ഷ. ഇതിനു പുറമെ വിവിധ വകുപ്പുകളിലായി 15 കൊല്ലം അധിക തടവും അനുഭവിക്കണം. IPC 302 അനുസരിച്ച് ജീവപര്യന്തം കഠിന തടവും 50,000 രൂപ പിഴയും, IPC 392 അനുസരിച്ച് 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും, IPC 447 പ്രകാരം 10 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും, IPC 454 പ്രകാരം 3 വർഷം കഠിന തടവും 5,000 രൂപ പിഴയും ഒടുക്കണമെന്നായിരുന്നു ഉത്തരവ്. ഈ കേസിൽ സാക്ഷികളില്ലായിരുന്നു. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ഫ്രില്ലിയിലേക്ക് എത്തി കേസ് തെളിയിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥരെ കോടതി പ്രശംസിക്കുകയും ചെയ്തു. കൊല നടത്തിയത് നാടോടികളാണെന്ന് വരുത്തി രക്ഷപ്പെടാമെന്നായിരുന്നു ഫ്രില്ലിയുടെ ധാരണ. അതാണ് അവൾക്ക് വിനയായത്. സംഭവം നടക്കുമ്പോൾ ഫ്രില്ലിക്ക് 23 വയസ്സ് മാത്രമായിരുന്നു പ്രായം. പുതിയ വസ്ത്രങ്ങളും സ്വർണ്ണാഭരണങ്ങളും വാങ്ങാനാണ് അവൾ കൊല നടത്തിയത്. പക്ഷേ അവിടെ അവളുടെ ജീവിതത്തിൻ്റെ തകർച്ച തുടങ്ങുകയായിരുന്നു. ഇന്നവൾക്ക് 39 വയസ്സ്. ഒരുപക്ഷെ ഇന്ന് ഫ്രില്ലിക്ക് പശ്ചാത്താപവും കുറ്റബോധവും ഒക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ അതുകൊണ്ട് എന്തു കാര്യം? ഒരു ജീവൻ ഇല്ലാതാക്കിയത് ഏത് സാഹചര്യത്തിലായിരുന്നാലും അതിന് 100 കാരണങ്ങൾ ഉണ്ടായിരുന്നാലും ഒരു ന്യായീകരണവും പകരമാവില്ല. മേൽക്കോടതി വെറുതെ വിട്ടാലും ശിക്ഷാ ഇളവ് നൽകിയാലും ഇനിയുള്ള കാലം കൊലയാളി എന്ന പഴികേട്ട് ജീവിച്ചേ മതിയാകൂ.